ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ട് നല്ലൊരു ചുക്ക ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇന്നും പറയുന്ന പോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം നമുക്ക് ഇതുപോലെ നന്നാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം അതിന് മീതെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് ചോറിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ ഉച്ചക്കൽക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി ഇതാ ബീഫ് ചുക്കയും കൂടി കുറച്ച് നേരം ആ ഇരുമ്പിൻ്റെ ചട്ടിയിലാണല്ലോ, അപ്പോൾ അത് ഇരുന്നാൽ കുറച്ച് നേരം കൂടി ആകുമ്പോഴത്തേനും ഒന്നും കൂടി ഡ്രൈ ആയി വരും. എനിക്ക് ഈ ബീഫ് ചുക്ക നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് വരുന്നത് ഇഷ്ടമില്ല കേട്ടോ. ഇതുപോലെ ആക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതാ ചോറിലേക്ക് അത് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മോര് കാച്ചിയതിട്ടാ, ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് അങ്ങനെ എന്താണെങ്കിലും കുറച്ച് മോര് കാച്ചിയതും കൂടി ഉണ്ടെങ്കിലാണ് ആ ഒരു ബീഫ് കൂട്ടി കഴിച്ചതിൻ്റെ ഒരു രസം കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ബീഫിൻ്റെ കൂടെ എന്താ കഴിക്കാമെന്ന് ഇഷ്ടമുള്ളതും കൂടി ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. ഒരു 100 ഗ്രാം പച്ചമല്ലി എടുത്തിട്ടുണ്ട്. ഒരു 100-150 ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ, വലിയ സ്പൂണായ കാരണം. ഈ ഒരു 5-6 വറ്റൽമുളക് എടുക്കുന്നുണ്ട്, നമ്മൾ ഉണക്കമുളക്. അപ്പോൾ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തോളാം കേട്ടോ. പിന്നെ ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എടുക്കണ പോലെ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക. അപ്പോൾ ഇത്ര തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. വേറെ ജീരകങ്ങളൊന്നും ഇതിലിട്ടിട്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് കളയണില്ല. നമ്മൾ നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ജീരകം, മല്ലി, മുളക്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുളകും മല്ലിയും കൂടി ഒന്ന് വറുത്തെടുക്കുക. ഈ ഒരു മുളക് നല്ല എരിവാണ് കേട്ടോ. ഒരെണ്ണം ഇട്ടാൽ തന്നെ അത്രയും എരിവാണ്. അത് കാരണമാണ് ഞാൻ ഇത്ര കുറച്ച് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് എടുത്തോളൂ കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ ഇതെന്തായാലും ചെയ്യണേ. മല്ലി, മുളകൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതൊന്ന് ആയതിൻ്റെ ശേഷം നമ്മളിതാ ഗരം മസാലകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ മല്ലി കുറച്ചാണ് ഇടണുള്ളൂ. ഈ ഒരു ചുക്കയിലേക്ക് എനിക്ക് മല്ലിപ്പൊടി ആ ഒരു കുത്തന ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. അത് കാരണം ഞാൻ കുറച്ച് മല്ലി എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിപ്പൊടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോളൂ. ഞാൻ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ബീഫ് ചുക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. സബോളയാണ്. അപ്പോൾ അതൊരു 3 സബോള എടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫാണ്. അപ്പോൾ അതിലേക്ക് 3 സബോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. വലുതാണ് കേട്ടോ. വലുതെന്ന് പറഞ്ഞാൽ അത്ര വലുതല്ല, എന്നാൽ കുറച്ച് വലുതാണ്. അങ്ങനെ ഒരു 3 സബോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഇനി അതൊന്ന് നമുക്ക് കോരിയെടുക്കുക. ബിരിയാണിയിലേക്കുള്ള പോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ ഉള്ളി പൊരിച്ചത് മാത്രം മതി. ഇനി അത് മാറ്റി വെക്കുക. നമുക്ക് ഈ എണ്ണപ്പം വേണ്ട കേട്ടോ. അപ്പോൾ അതും മാറ്റി വെക്കുക. ഇനി നമ്മൾ മസാലകളൊക്കെ പൊടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. തരിതരിപ്പായിട്ട് പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല നൈസായിട്ട് പൊടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതി കേട്ടോ. കുറച്ച് മസാല മതിയല്ലോ. ഇനി ഇതാ ബീഫ് നന്നായി കഴുകി വാരച്ച് വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലാണ് വെക്കണത്. അപ്പോൾ ഇനി ഇതാ അതിലേക്ക് നമ്മൾ ആ ഉള്ളി പൊരിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഉള്ളി ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇടത്തരം എന്ന് പറയാൻ പറ്റില്ല, അതിലും കുറച്ച് വലുതാണ്. ഇനി അതിലേക്ക് ആ മസാലപ്പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മല്ലിയിലയും കൂടിയും മുറിച്ച് വെക്കുക അല്ലേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറ് വേണമല്ലോ. അപ്പോൾ കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം അതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ഉപ്പ് നമുക്ക് എത്ര വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ. ചിലവർക്ക് നല്ല ഉപ്പ് വേണം, ചിലർക്ക് കുറവ് മതി. എനിക്കൊക്കെ അങ്ങനെ ഉപ്പ് കൂടുതലായിട്ട് വേണ്ട കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ പൊരിച്ച ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു കയ്യിലിട്ടോ, ആ ചെറിയൊരു കയ്യിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇനി കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി കൊടുക്കുക. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ. ഇതെന്തായാലും ചെയ്യണേ. ഇത് നമ്മൾ കയ്യിൽ സ്പൂണൊന്നും വെച്ചിട്ട് ഇളക്കിയാലൊന്നും അത് ശരിയാവില്ല. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ നന്നായി പിടിക്കണം. നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ട് ബീഫ് കറി ഉണ്ടാക്കിയില്ലേ, അവരൊക്കെ ഇങ്ങനെ മൺചട്ടിയിൽ ഇതുപോലെ എല്ലാ മസാലകളും ഇട്ടിട്ട് കൈ വെച്ച് തിരുമ്പിയിട്ടുണ്ടാക്കി. അപ്പോൾ നമുക്കും ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പി യോജിപ്പിക്കുക. കണ്ടില്ലേ, ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക. മസാല ഒക്കെ ബീഫിലേക്ക് അങ്ങോട്ട് നന്നായി പിടിച്ച് വന്നോട്ടെ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബീഫ് വേവാനുള്ള ആവശ്യത്തിലുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിത് കറിയാക്കിയിട്ടല്ല എടുക്കുന്നത്. അത് കാരണം കൂടുതൽ വെള്ളം വേണ്ട കേട്ടോ. ആ ബീഫിനോട് ചേർന്ന് നിൽക്കണ പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി കുക്കറൊന്ന് വിസിലടിക്കാൻ വെക്കുക. 3 വിസിലടിക്കണ വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ 4 വിസിലടിക്കണ വരെ ഒരു മീഡിയത്തിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആദ്യം വെച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ നല്ല കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. കുറച്ചെടുത്ത് വാടിയതായിരുന്നു കേട്ടോ. അത് കാരണം ഇപ്പം നല്ല കറിവേപ്പിൻ്റെ ഇല കിട്ടി. അത് കാരണമാണ് നല്ലത് തന്നെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആയിട്ടാണ് കിട്ടുക കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും.
അല്ലെങ്കിൽ നമ്മളിത് കുറേ നേരം ഗ്യാസ് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് ഇളക്കണം. അപ്പോൾ നമ്മുടെ ഗ്യാസ് പോകും. അല്ലെങ്കിൽ അടുപ്പിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിന് ചാറ് കുറവാകും. അത് കാരണം നമുക്ക് വേഗം ചട്ടിയിലിട്ടിട്ട് ഒന്നും കൂടി അത് വറ്റിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതാ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അത് കാരണം വേഗം നിങ്ങളുടെ വറ്റി വരും ചെയ്യും. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കാതിരിക്കരുത് കേട്ടോ, പെട്ടെന്ന് അടി പിടിക്കുക. ഇതിങ്ങനെ ഡ്രൈ ആയി വരികയല്ലേ, കണ്ടില്ലേ, ഇതാ അടി പിടിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോഴത്തേന് നമ്മൾ വേഗം വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ ചുക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരു കറുത്ത കളറാവും, നല്ല ഡ്രൈ ആയിട്ട് നല്ല മുരിഞ്ഞ് വരുന്ന പോലെ ആവും. പക്ഷെ ഞാൻ അങ്ങനെ ആക്കിയിട്ട് എടുക്കണില്ല കേട്ടോ. എനിക്കിങ്ങനെ ഇതുപോലെ ആയിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ നാളികേരക്കൊത്തൊക്കെ വേണ്ടവർ ഇട്ട് കൊടുത്തോളം. ഞാൻ നാളികേരക്കൊത്തൊന്നും ഇട്ടിരുന്നില്ല. എനിക്ക് ഈ ചുക്ക എന്നൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റിൽ തന്നെ കഴിക്കണം. കണ്ടില്ലേ, നമ്മുടെ അടിപൊളി ബീഫ് ചുക്ക ഇവിടെ റെഡിയായി. അപ്പോൾ പള്ളിയിൽ നിന്ന് കിട്ടിയ ഇറച്ചിയൊക്കെ ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. ഞാൻ ആ ഒരു സമയത്ത് ഉണ്ടാക്കി വെച്ചതാണ്, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകി പോയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം, നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുക. ഇനി ഇതാ ഇതിൻ്റെ മീത കുറച്ച് അങ്ങോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇനി പണ്ടുള്ളവർ പറഞ്ഞ പോലെ തട്ടിപ്പൊത്തി നമുക്കൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കുക. അപ്പോൾ അതിൻ്റെ മീത ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കണുണ്ട് കേട്ടോ. ഇനി പിന്നെ നമുക്ക് കുറേ കഴിഞ്ഞിട്ടൊക്കെ തുറന്നാൽ മതി, പെട്ടെന്നൊന്നും തുറന്നെടുക്കണ്ട. ചൂടോടക്കനെ വേണ്ടവരൊക്കെ ചൂടോടക്കനെ എടുത്തോളട്ടെ. ഞാനത് കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷമാണ് എടുക്കാറുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ട് കിട്ടും കേട്ടോ. നമുക്കതിങ്ങനെ ഇരുന്ന് ചൂടാറും തോറും ഒന്നും കൂടി അത് സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് 2 ദിവസമൊക്കെ പുറത്ത് വെക്കാം കേട്ടോ. പെട്ടെന്ന് നാശമാവുന്നില്ല. നമ്മൾ ഉള്ളി, ചുവന്നുള്ളി, അതുപോലെ സബോളൊന്നും അല്ലല്ലോ ഇട്ടേക്കണം, ഒക്കെ നമ്മൾ വറുത്തിട്ടാണല്ലോ ഇട്ടേക്കുന്നത്. പിന്നെ അധികം മസാലകളൊന്നും ഇല്ല. അപ്പോൾ 2 ദിവസമല്ല, നമുക്ക് 1 ദിവസമൊക്കെ പുറത്ത് വെക്കാം കേട്ടോ. ഇന്ന് വെച്ചിട്ട് നാളെ രാത്രി വരെയൊക്കെ വേണമെങ്കിൽ അത് പുറത്തേക്ക് വെക്കാം. പിന്നെ നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാം, അത് സുഖമാണ്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തയക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവർക്കും വേഗം എടുത്ത് കഴിക്കുക, പെട്ടെന്ന് നാശമാവില്ല. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റാണ്, ബീഫിൻ്റെ എന്താണെങ്കിലും അതിലേക്കൊരു മോര് കാച്ചിയത് വേണം കേട്ടോ. കഷ്ണങ്ങളൊന്നും ഇടാതെ വെറുതെ മാത്രം മോര് കാച്ചിയെടുക്കില്ലേ. അപ്പോൾ ആ ഒരു മോര് കാച്ചിയതും പപ്പടും പിന്നെ ഇതാ ബീഫ് റോസ്റ്റും, അല്ല ബീഫ് ചുക്ക, അപ്പം അതന്നെ. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് അങ്ങനെ കഴിക്കണം കേട്ടോ. ചിലർ പറയും ബീഫും മോരും ഒന്നും അങ്ങനെ ഇതാവില്ല എന്ന്. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ ബീഫും മോരും പപ്പടം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. വല്ലപ്പോഴല്ലേ, നമ്മൾ എന്നും ഇതൊന്നും ഉണ്ടാക്കി കഴിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.